നമുക്ക് ഉടമ്പടി എടുക്കത്തില്ലേ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുകയാണ്, വിവാഹം ഉടമ്പടിയല്ലേ? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ, ആ ഉടമ്പടി എന്തൊക്കെയാണ് നമ്മൾ പറയണത്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താം. മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേറെ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ സിംഗിൾ മദറാണെന്ന്. നീ എന്ത് പേര്? അവൾ ഡൈവേഴ്സ്ഡ് ആണെന്ന് പറഞ്ഞതിന് വേണ്ടി പുതിയ വാക്യം കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് പാർട്ടി. ഞാൻ സിംഗിൾ മദറാണെന്ന്. അതിനർത്ഥം ഷീസ് ഡൈവേഴ്സ്ഡ്. ചിലപ്പോൾ അവളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ആയത്. അപ്പോൾ ഈ ഡൈവേഴ്സുകാരെല്ലാം കൂടി പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്, സിംഗിൾ മദർ, ഡബിൾ മദർ, ട്രിപ്പിൾ മദർ. മാതാവേ, അപ്പോൾ അഭ്യാസമൊന്നും കാണിക്കരുത്. ഈ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. ഈ പല വിഷയങ്ങളും നിങ്ങളുടെ ഡൈവേഴ്സിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ല. സഭയിൽ നിലയം വിളിച്ച് ഓടി നടന്ന് ഓരോ സഭ പിന്നെ നിയമമൊക്കെ നോക്കി കരുണയൊക്കെ നോക്കി പിന്നെ ഇത് ഈ ഭക്ഷണം കഴിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കും. എങ്ങനെയാ? കുർബാന സ്വീകരിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ, സഭയ്ക്കൊരു ബാധ്യതയില്ല എന്ന് ഓർക്കുമ്പോൾ, കുറേ നാളിങ്ങനെ നടത്തി കഴിയുമ്പോൾ അത് എന്തെങ്കിലും ലൂപ്പ് ഹോള് നിങ്ങളെ രക്ഷിക്കാനുള്ളത് നിയമപരമായിട്ട് കണ്ടെത്തിയാൽ നിങ്ങളെ സഭ വെറുതെ വിടും. പക്ഷെ ദൈവം വെറുതെ വിടത്തില്ല. ഉള്ള കാര്യം ഞാൻ പച്ചക്ക് പറയുകയാണ്. നിങ്ങൾ എന്ത് ഗ്രൗണ്ടിലാണ്? സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടത്തില്ല. കാര്യം നിങ്ങളെ സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തില്ല. ഐഡോളട്രി ആയില്ലേ? അപ്പോൾ ഭർത്താവിന് ജോലിയില്ല, എന്നെ പറ്റിച്ചു. ഞാൻ MSc B.Ed ആണ്. അവരെന്നോട് പറഞ്ഞത് അവനും MSc ആണെന്നാണ്. നോക്കിയപ്പോൾ BCom ഉള്ളതെന്ന് പറയും. അതിനെ പറ്റിച്ചു. അതും ദൈവം ഏക്കണില്ല, ആ സാധനം ഏക്കത്തില്ല. കാര്യം ഇതെല്ലാം ഡിഗ്രിയുടെ കാര്യമല്ലേ ഉള്ളത്. ഡിഗ്രിയും കൊണ്ടുപോയിട്ട് എന്നാ കഴിയുക? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് പൊടുകോരി തീരാനൊക്കെ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സാധനം കൊണ്ട്. കാര്യം ഒരു ടൈം കഴിഞ്ഞാൽ നിൻ്റെ ഈ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നീ ഇന്ന് ആനക്കാര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിനും ഒരു വിലയുമില്ല. വ്യർത്ഥമായ സാധനമാണ്. അപ്പം കല്യാണം കഴിച്ചവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആരോഗ്യമുള്ളവന് മാത്രമേ. ഇപ്പം നമ്മളൊരു കുട്ടിനെയും കൊണ്ട് പോവുകയാണ്. ഞാൻ ഒന്ന് പറയണ കേൾക്ക്. നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവും ഭാര്യയും കൂടി ആശുപത്രി പോവുകയാണ്. കൊച്ചിനെ ആരെടുക്കും? ഒരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോവുകയാണ് ഭർത്താവും ഭാര്യയും കൂടി. കുഞ്ഞിനെ ആരെടുക്കും? ആർക്കാണ് ആരോഗ്യമുള്ളവർ അവരെടുക്കും. പിടികിട്ടിയ? ഭർത്താവിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾക്കാണ് കരൾ രോഗമോ നല്ല രോഗമാണെങ്കിൽ അയാളെടുക്കാൻ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് ആരോഗ്യമുള്ളത് അവരെടുക്കും കൊച്ചിനെ. ദാറ്റ് ഈസ് സിമ്പിൾ, ദാറ്റ് ഈസ് നോർമൽ. നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കലാണെങ്കിൽ ആർക്കാണ് വിശ്വാസത്തിൻ്റെ ആരോഗ്യമുള്ളത് അവരാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്. നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കലാണ്, പക്ഷേ വിശ്വാസത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ല, അയാൾക്ക് ഭാര്യയ്ക്ക് വിശ്വാസമില്ല. അല്ലെ കാണുന്ന ആണുങ്ങളെ കാണുമ്പോഴും പെണ്ണുങ്ങളെ കാണുമ്പോഴും പല്ലടിച്ച് കാണിക്കുകയും തോണ്ടുകയും ചറ്റുകയും ചീറ്റുകയും ഒക്കെ ചില പാർട്ടിയാണ്. എനിവേ, ആർക്കാണ് അതിനകത്ത് ആരോഗ്യമുള്ളത്? കർത്താവിനോട് ആരാണ് അടുത്ത് നിൽക്കുന്നത് അവർക്കാണ് ഈ വിഷയം കൺട്രോൾ ചെയ്തു പോകാനുള്ള കപ്പാസിറ്റിയും അധികാരവും അവകാശവും ദൈവദൃശ്യന് കടമയുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവരെ മാക്സിമം കോംപ്രമൈസ് തയ്യാറാകണം. കാര്യം നീ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ കൂടെയാണ്. കാര്യം ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഏത് കാലത്തായാലും നമ്മൾ 70 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല പരിപാടി. അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോൾ പുനരുദ്ധാനം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കേട്ടറിയുള്ളേ, ഞാൻ കണ്ടറിഞ്ഞുള്ള. അതുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയണത്. ദൈവം വെറുതെ നക്കാപ്പിച്ച കാര്യത്തിന് തർക്കിച്ച് ദൈവപ്രസാദം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല. യു വിൽ ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. അനുഗ്രഹമല്ല വിഷയം. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് വി ഗെറ്റ് ത്രൂ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. ഐസയ 29:8 അവർ ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്നു. ഒൺലി ഡ്രീം. അവർ ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്നു. പിന്നെന്താണ്? വിശപ്പ് കെടാതെ അവരെഴുന്നേറ്റ് വരുന്നു. അവർ കുടിക്കുന്നതായി സ്വപ്നം കാണുന്നു. പിന്നെന്താണ്? വരണ്ട തൊണ്ടയുമായി എഴുന്നേൽക്കുന്നു. ഇത് വായിച്ചത് കർത്താവ് എനിക്ക് വചനം കാണിച്ചു തന്നെ എപ്പോഴാണെന്ന് അറിയാവൂ? അതായത് നമ്മൾ ചിലർ നാട്ടിലെ വീട് വിൽക്കണം എന്ന് പറഞ്ഞ് വരും എൻ്റെ അടുത്ത്. അച്ഛാ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അച്ഛാ അതേ ഞങ്ങളുടെ വീടൊന്ന് വിറ്റ് തരണം. ഞാൻ പറഞ്ഞു വീട് വിൽക്കാൻ പോണോ? നാട്ടിലെ വീട് മക്കളൊന്നും ഇല്ല, ജോലിക്കാർ. അച്ഛാ 2 പേരും ജോലിക്കാരാണ്. ഞാൻ പറഞ്ഞു 2 പേരും ജോലിക്കാരാണ്, പിന്നെ എന്തിനാണ് വീട് വിൽക്കുന്നത്? അല്ല അവർ പറഞ്ഞിട്ടാണ് വീട് വെക്കുന്നത്. എന്തിനാണ്? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന്. എങ്ങോട്ടാണ്? കാനഡയിലേക്ക്, UK-യിലേക്ക്. നാട്ടിലെ വീട് വിറ്റിട്ടേ
മക്കൾ പറഞ്ഞെന്ന് കാനഡയിലേക്ക് ചെല്ലാൻ, അവരവിടെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ്. അത് നോക്കിക്കൊള്ളാൻ അവരവിടെ ഉണ്ടാകത്തില്ല, അവർക്ക് പോകണോ, ജോലിക്ക് പോകണോ, ഞങ്ങൾ നോക്കിയിരിക്കണം അധികാരം. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ വീടിന് ലോൺ എടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, ഇതിന് കടമായി, ഇത് പഴയ വീടായി, ഇത് നന്നാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ഇംഗ്ലണ്ടിൽ പോയത്. ഇപ്പം നന്നാക്കുമെന്ന് പറഞ്ഞിരിക്കണല്ലോ അമ്മമ്മ, കുഴിക്കാതാണ്ട് വന്ന പോലെ കാത്തിരിക്കുകയാണ്. ഇപ്പം നന്നാക്കും, മക്കൾ വന്ന് ഇപ്പം നന്നാക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പം മക്കളെന്താ പറയണത്, ഈ വീട് വിൽക്കാൻ. എന്താ കാര്യം, ഇവരവിടെ പോയൊരു വീട് വാങ്ങിച്ച്, ആദ്യം ഭർത്താവ് ഉണ്ടായിരുന്നു, അത് പയ്യൻസ് ഉണ്ടായി, പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അവിടെ ഒരു മലയാളി കുടുംബമായിട്ട് താമസിക്കുന്നവൻ വാടക 50-50 ചെയ്ത് കൊടുക്കുകയും. അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കണ്ടേ, അപ്പോൾ അതിനെ അവർ ആ മലയാളി ആൾക്കാർ ഇതിനിടയിൽ പോയി അവിടുന്ന്. അവർക്ക് ജോലി കിട്ടിയപ്പോൾ, വേറെ ജോലി കിട്ടിയപ്പോൾ അവർ ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ ഈ വീടിൻ്റെ വാടക മൊത്തം ഈ മനുഷ്യൻ്റെ പെടലിക്കായി. അപ്പോൾ ആ വീടായാലും ഭാര്യയും ഭർത്താവും കൂടി ആ വീട് വിലക്കെടുത്ത് 3.5 കോടിക്ക് വിലക്കെടുത്ത് 3.5 കോടിക്ക് വിലക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അത് എല്ലാ അമ്മയോടും അപ്പനോടും ചോദിച്ചിട്ടാണ് എടുത്തത്. ചോദിക്കാവൊന്നും ചെയ്തിട്ടില്ല. കാര്യം അമ്മയും ഞങ്ങളിവിടെ ഒരുമിച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ അവർ വാടകയ്ക്ക് തന്ന ആൾക്കാർ പോയി ഇവിടുന്ന്. ഇപ്പോൾ വീടിൻ്റെ മുഴുവനും ഹൗസ് ഓണർ പറഞ്ഞ് നിങ്ങളിതാ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങൾ പൊറപ്പിച്ചോ, എനിക്കെൻ്റെ കാശ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. വേറെ ആൾക്കാർ നോക്കാൻ അവർക്ക് നേരെയില്ല, ഞങ്ങൾക്ക് മലയാളീസിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്, ആ വീടിൻ്റെ മുഴുവൻ വാടക ഇവരുടെ തലയിലായി. ചിലപ്പോൾ 1-2 ലക്ഷം രൂപ വരുമായിരിക്കും വാടക. അപ്പോൾ അവരെന്താ കണക്ക് കൂട്ടി നോക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം 6 വർഷം 7 വർഷം കൊണ്ട് വാടക മാത്രം കൊടുത്താൽ ആ കാശോട് നമുക്ക് വീട് മേടിക്കാവില്ല. അതും അമ്മയോടും അപ്പനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ മക്കളെ, ഇത്രയും വാടക കൊടുത്ത് മുടിക്കണം എന്തിനാണ്, നിങ്ങളൊരു വീട് വാങ്ങിച്ച് ലോൺ എടുത്ത് വീട് വാങ്ങിച്ച്. അപ്പോൾ ലോണിന് ഇപ്പം എന്നാ പറ്റിയത്, 23 കോടിയുടെ ടാക്സില്ലേ, ടാക്സ് ഉണ്ട് ആ വീടിൻ്റെ ടാക്സ് അല്ല, കൂടാതെ തന്നെ അതിൻ്റെ ലോണില്ലേ, ആ ലോണും പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളെ 2 പേരെ പഠിപ്പിക്കണ്ടേ, അതിൻ്റെ കാശൊക്കെ ആയിട്ട് ഒക്കണില്ല. പിന്നെ കടമായി, ലോൺ മുടങ്ങുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ പോയിൻ്റ് കുറയും. പിന്നെ ഇവിടെ ATM കാർഡ് വേറെ കാർഡൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കുമ്പോൾ തന്നെ ഇവർക്ക് പോയിൻറ്റ്സ് ഇല്ല. അവിടെ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ പിന്നെ വേറെ പണിയാവും. അപ്പോൾ അതോടുകൂടി അവർ പരിങ്ങലായി. അപ്പോൾ എന്നെ ഇപ്പോൾ പറയണത്, അതായത് ഇപ്പോൾ പറയണത് നാട്ടിലെ വീട് വിറ്റിട്ട് അപ്പനും അമ്മയും കൂടി അങ്ങോട്ട് ചെല്ലാനാണ് പറയണത്. ഇവരിങ്ങനെ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. മക്കൾക്ക് ജോലി, മകൾക്ക് ജോലി, മകൾക്കൊക്കെ ജോലി, 1 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുക. സ്വന്തം വീട് പോകണത് അറിയണില്ല. നാട്ടിലെ വീട് തേഞ്ഞു മാഞ്ഞ് ചിത്രത്തിൽ നിന്ന് പോകിക്കൊണ്ടിരിക്കുകയാണ്. കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു, വരണ്ട തൊണ്ടയുമായി എഴുന്നേറ്റ് വരുന്നു. ഐസയ്യ 29:8 എന്താണെന്നറിയാവോ, അനുഭവിക്കാൻ യോഗ്യതയില്ല. ദിസ് ഇസ് ദ പോയിൻ്റ്. അനുഗ്രഹമല്ല വിഷയം. അനുഗ്രഹം ഏത് കാട്ടാളനും കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് മാത്രമേ നട്ടലോടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അനുഗ്രഹം ഏത് കാട്ടാളനെയും കിട്ടും. അത് പാപമായിട്ടൊരു ബന്ധവുമില്ല. കൊലയും എന്ത് പരിപാടിയും കൊണ്ട് കലാപരിപാടിയും കൊണ്ട് നടന്നാലും അനുഗ്രഹം കിട്ടും. അത് കൊടുത്തു പോയതാണ് നേരത്തെ, ജനറ്റിക് ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് 5:45 മത്തായി സുവിശേഷം, ദുഷ്ടൻ്റെ മേലും ഞാൻ പഴിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. പോരെ, പിന്നെന്തിനാണ് പ്രാർത്ഥിക്കണത്? പ്രാർത്ഥിക്കേണ്ട അനുഗ്രഹം കിട്ടാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അനുഭവിക്കാനുള്ള യോഗ്യത. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അനുഗ്രഹത്തെക്കാൾ അത് നിലനിന്ന് കിട്ടാനുള്ള യോഗ്യതയ്ക്കായി കിട്ടിയ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയ്ക്കായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയോട് വിശ്വസ്തത പാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ശ്രുതികട്ടെ, കരങ്ങളടിച്ചുകൊണ്ട് ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പരിശുദ്ധ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അനു ഉടമ്പടി ഉഴപ്പിയ ഒരു കക്ഷിയാണ്. എബ്രാഹത്തിൻ്റെ മരുമകളായിട്ട് കൂട്ടാൻ പറ്റിയ പട്ടിയാണ്. എബ്രാഹമാണല്ലോ ഉടമ്പടി ഉഴപ്പിയ ആൾ. സെൻറ്റ് പോളിൻ്റെ കാലത്ത് മാതാവ് എൻ്റെ അധ്യായമയെക്കുറിച്ച് ജോണിനെ പോലെ സെൻറ്റ് പോളിന് അറിയത്തില്ലായിരുന്നു. വിശുദ്ധ യോഹന്നാനെ പോലെ വിശുദ്ധ പൗലോസിന് മാതാവിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകത്തെ പുള്ളിക്കാരൻ ഉയർത്തിക്കൊണ്ട് വന്നത്. എബ്രാഹാം ഒരു പ്രാദേശിക കാലത്ത്, അങ്ങയുടെ കാലത്ത് മാത്രം പറ്റുന്നൊരു മാതൃകയാണ്. അങ്ങയുടെ കാലത്ത് മാത്രം, വിശ്വാസത്തിൻ്റെ എക്കാലവുമല്ല ഒരു കാലാതീത മാതൃകയല്ല എബ്രാഹാം. അങ്ങയുടെ കാലത്ത് മാത്രം കൊള്ളാവുന്ന ഒരു മാതൃകയാണ്. പക്ഷെ മാതാവ് വിശ്വാസത്തിൻ്റെ കാലാതീത മാതൃകയാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ ഉടമ്പടി ഒരിക്കലും ഉഴപ്പിയിട്ടില്ല. എബ്രാഹാം ഇടക്ക് ഉഴപ്പി. എപ്പോഴാണ് ഉഴപ്പിയത്? ലോത്തിൻ്റെ പെമ്മക്കളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നല്ലോ. ഒക്കെ അറിയാമല്ലോ, കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ കാര്യമില്ല. ലോത്തിനുണ്ടായ സന്താനങ്ങളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നു. എന്തെല്ലാം കലാപരിപാടി കാണിച്ചതെന്ന് നമുക്ക് ബൈബിളിലുണ്ട്. അത് നമുക്കിവിടെ വിവരിക്കേണ്ട കാര്യമില്ല. അവരത്ര കണ്ട് അവരെ നമ്പാൻ പറ്റത്തില്ലെന്ന് സാറാച്ചെടുത്തേക്ക് മനസ്സിലായി. ഇനി ഇവരുടെ മക്കളുമൊക്കെ ഇയാളുടെ ലോത്തിൻ്റെ ആൾക്കാരുമൊക്കെ വേലക്കാരുമൊക്കെ വില്ലന്മാരാണ്, തമ്മിലടിയാണ്. എപ്പോഴും എബ്രാഹത്തിലെ ആൾക്കാരോട് തമ്മിലടിയാണ്. സാറയുടെ സമാധാനം പോയി. അങ്ങനെയാണ് ഉടമ്പടി ഉഴപ്പാൻ കാരണം. സാറ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നമുക്ക് സ്വന്തമായിട്ട് മക്കളില്ലല്ലോ, ഹാഗറില്ലേ, അവളെ പ്രാപിക്കുക, മക്കളുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്, ഇത് കണ്ടില്ലേ കളി എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ പ്രാന്ത് കയറ്റി എബ്രാഹാം ഉടമ്പടി ഉഴപ്പി. അതിൻ്റെ ഫലമാണ് എബ്രാഹാം അനുഭവിക്കുന്നത്. എബ്രാഹാം അനുഭവിച്ച ആ സന്തതി ഇസ്മായിലിനെ കൊണ്ട് എബ്രാഹാം അനുഭവിച്ച ഇല്ല, അതിനെ പറഞ്ഞു വരേണ്ടി വന്ന്. ഹാഗർ അവിടുത്തെ ജോലിയൊക്കെ മര്യാദയ്ക്ക് ചെയ്തുകൊണ്ട് നടന്നൊരു പെണ്ണ്. അവിടെ ജോലി പോലും നടത്തി അതിൻ്റെ ഒരു ആനുകൂല്യത്തിലാണ് എബ്രാഹാം സാറായും ജീവിച്ചത് ഇല്ലേ. ഉടമ്പടി തിരിച്ചപ്പോൾ എന്നാ പറ്റി? അവളുടെ ജോലി നഷ്ടപ്പെട്ട് അവളെ വീട്ടിൽ നിർത്താൻ പറ്റാത്ത രീതിയിലായി. എന്താണ്? അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ. ഇസ്മായിൽ ജനിച്ചപ്പെട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്മായിലിനെ കൊണ്ടും അനുഭവിക്കാൻ പറ്റാതെ. അതായത് നിങ്ങൾ ഉടമ്പടി ഇപ്പം തന്നെ ഈ അനുവിന് എന്താ സംഭവിച്ചിരിക്കണത്? അനുവിന് ഉടമ്പടി 3 പ്രാവശ്യം ഉഴപ്പി. പക്ഷേ ദൈവം കുഞ്ഞിനെ കൊടുത്തു. ദൈവം 2 തിമോത്തി 3:13 അനുസരിച്ച് കൊണ്ട് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു. പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്താ കാര്യം? 6-ാം മാസത്തിൽ പ്രസവിച്ചതാണ്. അതാണ് പ്രശ്നം. അനുവിൻ്റെ പ്രശ്നം അതാണ്. കുഞ്ഞിനെ 6-ാം മാസത്തിൽ പ്രസവിച്ചു. 6-ാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ എന്താണ്? 800 ഗ്രാമാണുള്ളത്. ഉടമ്പടി ഉഴപ്പിയെന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കത്തില്ല. പക്ഷേ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകത്തില്ല. അനുഗ്രഹം കിട്ടും, പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. എന്താ കാണാം? 6-ാം മാസത്തിൽ പ്രസവിച്ചു. 6-ാം മാസത്തിൽ പ്രസവിച്ചാൽ കുഴപ്പം എന്താ? ഇൻക്യുബേറ്ററിൽ കൊണ്ടേ കൊച്ചിനെ വെച്ചു. പക്ഷേ ഇൻക്യുബേറ്റർ വെക്കണത് നമുക്കറിയാമല്ലോ, ഒരു 1200 ഗ്രാമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ശ്വസിക്കണേ കുഴപ്പമില്ല. ഇത് ശ്വാസകോശം പോലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇൻക്യുബേറ്റർ കിടന്നിട്ട് പിന്നെ വെന്റിലേറ്ററും വെച്ച് 2 കൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞായാലും മരിച്ചു പോകുന്ന ഉറപ്പായി. കുഞ്ഞ് മരിച്ചത്, അതായത് ഇവക്കത് അനുഭവിക്കാൻ യോഗ്യതയില്ല. പക്ഷേ ഇവള് ഒക്കെ ഉണ്ടായിരുന്നൊരു ഗുണം, ഈ കൊച്ചിനെ അവളെ എഴുതി തള്ളി. കൊച്ച് മരിച്ചതായിട്ട് കണക്കാക്കി. ആശുപത്രി തന്നെ താമസിക്കണേ. കുഞ്ഞുങ്ങളുടെ വാർഡിൽ താമസിക്കുകയാണ്. അതിനെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് പിന്നെ വെന്റിലേറ്ററിൽ കിടപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുഞ്ഞെ കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. കാര്യം 800 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കിലോ ഇറച്ചി എന്തുമാത്രം ഉണ്ടാവും? കുഞ്ഞ് തൊടാൻ പോലും പറ്റത്തില്ല. നമ്മുടെ കയ്യെപ്പോലും കൊച്ച് കയ്യെ തൊണ്ടിപ്പോരും. ആ രൂപത്തിലെ അവസ്ഥ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇവളെ ഉപേക്ഷിച്ചെങ്കിലും ദൈവം കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല. അതാണ് വിഷയം. അതാണ് തിമോത്തി 2:13 എന്താണ്? നമ്മൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ അവിശ്വസ്തരായി. പക്ഷേ ദൈവം എന്ത് ചെയ്ത്? ദൈവം കുഞ്ഞിനെ മുമ്പത്തേക്കാൾ ഫ്രഷായി കൊണ്ടുവന്നു. അപ്പോൾ നഴ്സുമാർ പറഞ്ഞു, ഇത് 21 കുട്ടികളെ ഇതിൻ്റെ ഈ വാർഡിലുണ്ട്, പലരും മരിച്ചു മാറുകയാണ്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന് എന്തോ ഒരു ഗുണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് പിന്നെയും ചാടി വരികയാണ് ജീവിതത്തിലോട്ട്. അപ്പോൾ ഇവർക്കൊരു പ്രത്യാശയായി. ഉടമ്പടി ഉഴപ്പിയാനും ഒരു പരിപാടി ചെയ്തത് എൻ്റെ കഴിവല്ലെന്ന് മനസ്സിലായി. കണക്കിന് ഡോക്ടർമാർ പറഞ്ഞു കൊച്ചു മരിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയും.
ഇപ്പം ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോകുന്ന കൊച്ചിന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുമെന്ന്. അത് മാറുകയാണ്, പെട്ടെന്നാണ് കാര്യം മാറുന്നത്. ഈ 800 ഗ്രാമുള്ള കൊച്ച് 1200 പെട്ടെന്ന് വെൻറ്റിലേറ്ററിൻ്റെ കൊച്ചിനെ മാറ്റുകയാണ്. മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി എന്താ ഇവങ്ങനെ മാറ്റാൻ കാര്യം വെച്ചാൽ ഇവളെ കൃപാസന മാതാവിൻ്റെ 10 ഫോട്ടോ വെട്ടിയെടുത്ത് അമ്മയാണ് ഇടപെട്ടിരിക്കുന്നത്. ഇവളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയാലും അമ്മയുടെ കയ്യിൽ നിന്ന് കാര്യം പോകത്തില്ല, ഓർക്കണം. ഞാൻ ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്ത് ചില ആൾക്കാർ പറയും എൻ്റെ അച്ഛാ ഈ പ്രാവശ്യം മൊഡ്യൂൾസ് പോയെന്ന് പറയും. ഇപ്പം ഞാൻ നിൽക്ക് എന്ന് പറയും. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്നല്ലേ മൊഡ്യൂൾസ് പോയുള്ളൂ. ചില വന്നിട്ട് എൻ്റെ പറയും IELTSൻ്റെ MOH അതൊക്കെ എഴുതി എൻ്റെ അച്ഛാ ഈ പ്രാവശ്യം മൊഡ്യൂൾസ് പോയെന്ന് പറയും. ഞാൻ നിൽക്ക് മോളെ എന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. അമ്മയുടെ കയ്യിൽ എൻ്റെ ഒരു ഉടമ്പടിക്ക് 2 പേരുണ്ടല്ലോ. അതാണ് ഈ സാധാരണ നൊവേനയും ജപമാലും സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എന്നുള്ള വ്യത്യാസം. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഒരു പിടി അമ്മയുടെ കയ്യിലുണ്ടാവും. അതാണ് ഈ അനുവിൻ്റെ കൊച്ചിന് സംഭവിച്ചത്. അനുവിൻ്റെ കൊച്ചെന്താ പറയണത്? കുഞ്ഞിനെന്താ പറയണത്? ഇവളുടെ കയ്യിൽ നിന്ന് പോയി, ഇവളെ പ്രാർത്ഥന നിർത്തി ആ കൊച്ചിൻ മരിച്ചതായിട്ട് കണക്കാക്കിയോള്. പക്ഷേ കണക്കാക്കേണ്ട ആളെ കണക്കാക്കിയിട്ടില്ല, അമ്മ കണക്കാക്കിയിട്ടില്ല, അമ്മയുടെ കുഞ്ഞല്ലേ. അതുകൊണ്ടാണ് അവളൊരു പണി ചെയ്ത് ഇവളുടെ കയ്യിൽ നിന്ന് പോയെങ്കിലും കുഞ്ഞ് അവിടെ വാർഡിലുള്ള അബുദാബി ആശുപത്രിയിലുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഫ്രഷായിട്ട് വരണം കണ്ടപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞ് നാളെ മറ്റന്നാളെ വെൻറ്റിലേറ്റർ മാറ്റാമെന്നാണ് തോന്നണം കേട്ടോ, ഇൻക്യുബേറ്റർ മാത്രം മതിയായിരിക്കും എന്ന് പറഞ്ഞ്. കാരണം കുഞ്ഞ് ഭയങ്കര ഗ്രോത്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ കൃപാസന മാതാവിൻ്റെ പടം ഒന്ന് വെട്ടിയെടുത്തിട്ട് അത് ഈ ഉടമ്പടിക്ക് ആശീർവാദം അതിനകത്ത് തുന്നിപ്പിടിപ്പിച്ചിട്ട് കൊച്ചിൻ്റെ തൊട്ടിൽ കൊണ്ടുപോയി ഈ ഉടമ്പടിക്ക് ആശീർവാദവും കൃപാസന മാതാവിൻ്റെ പടവും കൂടി കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചും എഴുതി വെച്ച് ഇതാരും എടുത്തുകൊണ്ട് പോകരുത്, ഇത് കൃപാസന മാതാവാണ്, ഇത് ആരും എടുത്തുകൊണ്ട് പോകരുതെന്ന്. അപ്പോഴേ അവിടെയുള്ള വാർഡിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് മാതാവിൻ്റെ കുഞ്ഞായത് കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ സർവൈവ് ചെയ്ത് വരണം. കാര്യം 800 ഗ്രാമേ ഉണ്ടാണ്, ഇൻക്യുബേറ്റർ വെൻറ്റിലേറ്റർ ഇരിക്കുന്ന കൊച്ചാണ്, സർവൈവ് ചെയ്ത് വരികയാണ്. കാര്യം എന്താണ്? അമ്മ കുഞ്ഞിൻ്റെ അമ്മ പിടിവിട്ടാലും യഥാർത്ഥ അമ്മ പരിശുദ്ധ അമ്മയാണ്, പിടിവിടത്തില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയണത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഇപ്പം ജപ്തി വെച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിൽക്കെന്ന് പറയും. പ്രാർത്ഥന മുടക്കരുത്, ഉഴപ്പരുത്. കാര്യം എന്താണ്? ഒരു വചനമാണ് 2 തിമോത്തി 2:13. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവം ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ സർവൈവ് ചെയ്യും. അതിൻ്റെ കാര്യം വെച്ചാൽ ഇത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം അനാദികാലം മുതൽ നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മളത് പ്രാർത്ഥിച്ചും വിശ്വസിച്ചും വിശ്വസ്തത കാണിച്ചുമാണ് ഇത് പാലിക്കണത്. അപ്പോൾ അതോടുകൂടി ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. കൊച്ചു ഒക്കെ ഇവിടെ കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത് കൊച്ചിനെയും കൊണ്ട്. എന്ത് പൊടി, അതല്ല അടിപൊളി കൊച്ച്, സൂപ്പറ്. നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇത് അരക്കമേ ഉണ്ടായുള്ളൂ. അതായത് ദൈവം തരുമ്പോൾ എല്ലാം പരിഹരിച്ചാണ് തരണത്. ദൈവം നിനക്ക് തരുമ്പോഴും എല്ലാം പരിഹരിച്ച് തരത്തുള്ളൂ. പിന്നെ അനു വിശ്വസ്തത കാണിച്ചു, മാതാവിനെ അക്സെപ്റ്റ് ചെയ്തു. ആ രൂപം കൊണ്ട് അവിടെ വെച്ച് കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുഞ്ഞ് പിക്കപ്പ് ചെയ്ത് അവൾക്ക് ജീവനോടെ കിട്ടിയത്. എബ്രാഹത്തിന് സംഭവിച്ചത് അതാണ്. എബ്രാഹത്തിന് ഇസഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നേ. എബ്രാഹം ഇരന്ന് മേടിച്ചൊരു പണിയാണത്. തക്കത്ത് പരീക്ഷണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വലിയ കാര്യത്തിലൊക്കെ നമ്മളത് കെട്ടിഘോഷിച്ച് എബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് പറയുമെങ്കിലും എബ്രാഹിം ആ സംഭവം ഇരന്ന് മേടിച്ചതാണ്. എന്താ കാര്യം എന്നറിയാവോ? അവനോട് ചെയ്ത ഉടമ്പടി അവൻ ഇടയ്ക്ക് വെച്ച് ഉഴപ്പി ആഗറിനെ പ്രാപിച്ചു. അതാണ് വിഷയം വന്നതിൻ്റെ അകത്ത്. അതുകൊണ്ട് എന്നാ പറ്റി? കർത്താവിൻ്റെ ഉടമ്പടിയെ ഉഴപ്പിയത് കൊണ്ട്, കർത്താവിനോട് വിശ്വസ്തത കാണിക്കാതിരുന്നത് കൊണ്ടും. പക്ഷേ ദൈവം എന്ത് ചെയ്ത്? ദൈവം അപ്പോഴും ആ ഉടമ്പടിയിൽ വിശ്വസ്തനായിട്ട് തന്നെ നിന്നു. ഇസഹാക്കിനെ കൊടുത്തു. കറക്റ്റല്ലേ? ഉറപ്പല്ലേ സംഭവം? 25 കൊല്ലം കഴിഞ്ഞപ്പോഴും ശരി, 11ാമത്തെ കൊല്ലമാണ് ഹാഗറിൽ നിന്ന് ഇസ്മേൽ ജനിക്കണത്. ഉടമ്പടിയുടെ 11ാം കൊല്ലമാണ് ഹാഗറിൽ നിന്ന് ഇസ്മേൽ ജനിക്കണത്. ഇസ്മേലിനെ ജനിപ്പിക്കേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അത് ഈ സാറാച്ചേർത്തിക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടുണ്ടായത്. അവരുടെ വിശ്വാസം ചിരിക്കണ വിശ്വാസമാണല്ല. വിശ്വാസത്തിൻ്റെ എന്ത് കേട്ടാലും ചിരിക്കണ, വായുമ്പോൾ ചിരിക്കണ കുറേ കഴുതകളുണ്ടല്ലേ, അതുപോലെ ഒരു സാധനമാണത്. അതാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൾ അകത്ത് കൂടാരത്തിൽ നിന്ന് ചിരിച്ചത്. പിന്നെ കണ്ണു പിടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞേ ഉടനെ തടിയൂരി. നീ തടിയൂരുകയൊന്നും വേണ്ട, ചിരിച്ചു. അതാ 18:15. നീ തടിയൂരണ്ട, ചിരിച്ചു. നീ എങ്ങനെ വിശ്വാസത്തിന് കൊഞ്ഞനം കാണിച്ചാൽ കൊഞ്ഞനം കുത്തിയതുപോലെ തന്നെ ഇരിക്കും. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നീ ചിരിച്ചിരുന്നൊന്നും പറയണ്ട, നീ ചിരിച്ചു. നീ തന്നെ ചിരിച്ച് പണി മേടിച്ച ആളാണ് സാറ. വിശ്വാസത്തിനെതിരെ ചിരിച്ച് പണി മേടിച്ചതാണ്. കാര്യം ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഇസഹാക്കും ജനിച്ച് അത് കഴിഞ്ഞ് ഇസ്രായേൽ. അപ്പോൾ അവന് എത്ര വയസ്സുണ്ട്? ഈ ഇസഹാക്ക് ജനിക്കണ കാലത്ത് അവന് 11, 9, 14 വയസ്സുണ്ട്. 14 വയസ്സുള്ള ഇസ്മായിലിൻ്റെ കൂടെ
1 വയസ്സുള്ള ഇസ്ഹാക്ക് കഴിക്കുമ്പോൾ മിക്കവാറും അവൻ്റെ കണക്കിനൊക്കെ ഒന്ന് പോയിച്ച് കാണും. ആര്? ഇസ്ഹാക്കിൻ്റെ പണി മേടിച്ച് ചിരിച്ച് പണി മേടിച്ചതാണ്. ചിരിച്ച് പണി മേടിച്ചു. അപ്പോഴാണ് പറഞ്ഞു ഇവരെ കളഞ്ഞില്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ കളഞ്ഞു. പക്ഷേ സാറായുടെ വാക്ക്, ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ വില കൊടുത്തു എബ്രാഹാം ഒന്നുറങ്ങിയാൽ തീരണ പ്രശ്നമല്ലത്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് അവൻ പറയണ പോലെ ചെയ്യണതാണ്. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്നതാണ്. സിനായി മലമുകളിൽ നിന്നുകൊണ്ട് താഴെ മോസസ് പറയുമ്പോൾ ജനങ്ങൾ എന്താ പറയണത്? കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാവുന്ന ജനങ്ങൾ പറയണതാണ്. ജനങ്ങൾ പറയുന്ന സ്ഥാനത്ത് നിന്നിരുന്നതാരാണ്? എബ്രാഹമാണ്. എബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല. സാറയുടെ വാക്കിന് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഇസ്മേൽ എന്നുള്ള ആ വ്യക്തി ജനിക്കണത്. അതുകൊണ്ടാണ് എബ്രാഹത്തിന് സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വന്നത്. പിന്നെ അടിപൂരമല്ലേ കുടുംബത്തിൽ, കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇരന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എബ്രാഹാം ഒരിക്കലും എബ്രാഹത്തിൻ്റെ വിശ്വസ്തത എബ്രാഹാം കളഞ്ഞു കുളിച്ചപ്പോഴേ ദൈവം വിശ്വസ്തനായിട്ട് നിന്നു. പക്ഷേ ദൈവം വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റീടെസ്റ്റ് എഴുതാൻ പറയും. ഒരു പരീക്ഷ തോറ്റില്ലേ? ദൈവത്തിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാതെ സാറയുടെ വാക്ക് വില കൽപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയിൽ എബ്രാഹാം പരാജയപ്പെട്ടില്ലേ? എന്നിട്ടും ദൈവം വിശ്വസ്തനായി നിന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ദൈവം പറഞ്ഞ് നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാണെങ്കിൽ നീ റീടെസ്റ്റ് ചെയ്യണം. എന്താണ്? ഇസഹാക്കിനെ കൊല്ലണം. പോരെ? ഇരന്ന് പണി മേടിച്ചാണ് സംഭവം. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസ്ഥനെ അവിശ്വസ്തത കാണിച്ചാൽ ഈ ഭൂമി വെച്ച് നിങ്ങളെക്കൊണ്ട് തന്നെ ദൈവം വിശ്വസ്തത പാലിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഉറച്ചു നിൽക്കുന്ന അതിനെ അതിജീവിക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത് എന്നെന്തുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്? ഇങ്ങനെ എന്തെങ്കിലും ഉടമ്പടിക്കാലത്ത് എന്തെങ്കിലും അവിശ്വസ്ത വന്നു പോയിട്ടുള്ളവരെ, ഇപ്പോൾ അനുവിനെപ്പോലെ കണ്ടില്ലേ? അനു ഉടമ്പടി 3 പ്രാവശ്യം എടുത്ത് 3 പ്രാവശ്യം ഉഴപ്പി കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ 6 മാസമായിപ്പോയി. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഉടമ്പടി ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തത്. അനുഗ്രഹത്തിന് ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. അത് ജനറ്റിക്കായിട്ട് ഉള്ളതാണ്. നമ്മളെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? അനുഭവിക്കാനുള്ള യോഗ്യതയ്ക്കാണ്. എന്ത് അനുഗ്രഹം കിട്ടിയാലും അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടിയിട്ട് എന്നാ കാര്യം? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു. നിങ്ങളെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. എൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പറയരുത്. ഈശോ എന്താ പറഞ്ഞത്? ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു ജോലി കിട്ടാൻ വേണ്ടി, ഒരു വീട് കെട്ടാൻ വേണ്ടി, ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയരുത്. മറിച്ച് ഉടമ്പടിയിലൂടെ ആയാലും ഈ ബന്ധത്തിലൂടെ ആയാലും വാട്ട് ഈസ് ഹാപ്പൻ ആക്ച്വലി ഐ ഹാവ് ചോസൺ യു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്ത്? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താൽ, ദൈവം നിങ്ങളുടെ ഉടമ്പടി ഉറപ്പുവരുത്തിയാൽ, ദൈവം നിങ്ങളുടെ ഉടമ്പടി വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നിലനിൽക്കുമെന്ന് യോഹന്നാൻ 15:16 എന്താ പറയണത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ ഫലം അതെന്ത് തന്നെയായാലും അത് നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ നിയോഗത്തോടു കൂടി നമ്മുടെ അനുഭവങ്ങൾ നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, ദൈവം നമ്മുടെ ഉടമ്പടി സ്ഥിരീകരിക്കുമ്പോഴാണ്. ഉടമ്പടി നമുക്ക് വേണ്ടത് സ്ഥിരീകരണമാണ്. സ്ഥിരീകരണത്തിന് കർത്താവ് നമ്മളോട് പ്രവർത്തിക്കണം. പ്രവർത്തനത്തെ എന്താ പറയുന്നത്? മത്തായി മർക്കോസിൻ്റെ സുവിശേഷം 16:20 എന്താണ്? അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവർ പ്രവർത്തിക്കുക മാത്രമല്ല അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടമ്പടി വേണ്ടത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യമില്ലാത്ത ഉടമ്പടി ദൈവത്തിൻ്റെ അടയാളമില്ലാത്തതാണ്, ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് എത്രയും വേഗം കണ്ണീരോടെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഉടമ്പടിക്ക് അടയാളം തരണമെന്ന് പ്രാർത്ഥിക്കണം. സോ ദാറ്റ് ഐ മേ ടെസ്റ്റിഫൈ യു. നിൻ്റെ ജീവന്, നിൻ്റെ പുനരുത്ഥാനത്തിന് ഞാൻ സാക്ഷിയാകാൻ വേണ്ടി എൻ്റെ ഉടമ്പടിക്ക് അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടി സ്ഥിരീകരിക്കണമേ, എനിക്ക് അനുഭവിക്കാൻ യോഗ്യത തരണമേ. കർത്താവേ, എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ചുകൊണ്ട് എനിക്ക് അടയാളം നൽകിക്കൊണ്ട് എൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. എഴുന്നേൽക്കുക. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും എന്നിലെഴുന്നള്ളണേ. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും എന്നിലെഴുന്നള്ളണേ. മക്കളെ, എബ്രാഹത്തിനെ പോലെയില്ല.
ഉടമ്പടി ഉഴപ്പാത്ത, ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിക്കാത്ത ഒരാളിൻ്റെ മധ്യസ്ഥതയിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയാണത്. അവസാന നിമിഷം വരെ അവൻ്റെ ചോരയെ ചവിട്ടി നിൽക്കുമ്പോഴും അമ്മ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അതാണ് മരിയൻ കവനൻ്റ്. അപ്പ ആദ്യം പറഞ്ഞത് ഇപ്പോഴും പറയണപ്പാ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ അവിടെ പൂർത്തിയാക്കുന്നത്. ഒരു കാലത്ത് ഏത് കാലാവസ്ഥയിൽ സ്വന്തം മകൻ ഒരു കുറവിറച്ചിയായിട്ട് മരത്തിൽ കെട്ടിത്തൊങ്ങുമ്പോഴും അമ്മ അതിൻ്റെ ആ രക്തത്തെ ചവിട്ടിക്കൊണ്ട് അമ്മ ഉടമ്പടിയായി ഉറപ്പിച്ചുകൊണ്ട് നിൽക്കും. ആ ആളിൻ്റെ പേരിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ലോകം കണ്ട, മനുഷ്യരാശി കണ്ട, ഇത് സോളിസ്റ്ററി ബെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന വേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യരാശിയുടെ ഏക അഭിമാനം എന്താണത്? അമ്മയാണ്. അമ്മയുടെ മാധ്യസ്ഥ വിശ്വസ്തത, അമ്മയുടെ ദൈവതിരുസന്നിധിയിലുള്ള ഏറ്റെടുപ്പും ആ ഏറ്റെടുപ്പിന് അന്ത്യം വരെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് സുവിശേഷം സാക്ഷിയാകാനുള്ള അമ്മയുടെ മധ്യസ്ഥതയിലാണ് നിങ്ങൾ ഉടമ്പടി ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ ഏത് കാലാവസ്ഥകളും മാറി മാറി വന്നാലും സന്തോഷത്തോടെ വിശുദ്ധതയോടെ അത് പാലിച്ച് പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഉടമ്പടിയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനോയിന്റ് ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. വളരെ ശക്തമായ ദൈവ ചൈതന്യം ഓളം വെട്ടുന്ന ഒരു സമയമാണ്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 2 മണിക്കൂർ ആരാധനയുടെ ശക്തമായ അഭിഷേക നിമിഷത്തിലാണ് നിങ്ങളും ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും. ആ ഓൺലൈനിൽ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും ഇതേ ഇഫക്റ്റിലാണെന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുക മനസ്സിലാകും. അതുകൊണ്ട് രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക, രോഗമുള്ളിടത്ത് കൈവെക്കുക, ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക, കിഡ്നി രോഗികളെ നടുവിൽ കൈവെക്കുക, ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക, തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക, ശിരസംബന്ധമായ രോഗങ്ങളുള്ളവരെ ശിരസ് കൈവെക്കുക, സ്പോണ്ടിലോസിസ്കാർ പിൻകഴുത്തിൽ കൈവെക്കുക, PCOD രോഗമുള്ളവരെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, പാൻക്രിയാസ് രോഗമുള്ളവരെ നെഞ്ചിൻകൂടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക, മക്കളില്ലാത്തവരെ കൂടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോഴും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരുപക്ഷേ ഈ ഒരു മാസത്തിലെ ഏറ്റവും വലിയൊരു സമയമാണ് നിങ്ങളുടെ. അനേകായിരങ്ങൾ ഈ സമയത്താണ് ദൈവം ഇടപെട്ടിരിക്കുന്നത്. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങയുടെ പുരോഹിതൻ, അങ്ങയുടെ അഭിഷിക്തൻ, എൻ്റെ 36 കൊല്ലത്തെ കൃപാനയുടെ യോഗ്യതയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ കർത്താവേ ഈ മക്കൾക്ക് അടയാളങ്ങൾ നൽകണമേ. മർക്കോസ് 16:20 പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരോട് കൂടെ സഹകരിച്ചതുപോലെ കർത്താവെ ഞങ്ങളോട് കൂടെയും കർത്താവ് സഹകരിക്കണമേ. കർത്താവെ അടയാളങ്ങൾ കൊണ്ട് കർത്താവെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ. കർത്താവെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, കർത്താവ് തീർത്ഥാടന ഉടമ്പടിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ, എല്ലാവരുടെ ഉടമ്പടികളെ കർത്താവെ ഉടമ്പടി ചെയ്യാൻ പോകുന്നവരെ കർത്താവെ കേൾക്കുന്നുമ്പേ ഉത്തരം പറയുന്ന നല്ല ദൈവമേ. 65:23 പ്രാർത്ഥിക്കുന്ന, 24 ഐസയ 65:24 പ്രാർത്ഥിക്കുന്നു. ഞാൻ കേൾക്കുന്നുമ്പേ, ഞാൻ വിളിക്കുന്നുമ്പേ അവർക്ക് ഉത്തരമടക്കം കർത്താവെ ആ വാക്കം കർത്താവെ അങ്ങ് പാലിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോഴ് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ കർത്താവെ അവരുടെ ആവശ്യങ്ങൾ തമ്മിൽ കർത്താവെ നിന്റെ വലത് കറന്നിട്ടുള്ള പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈ കാലമെല്ലാം അവിടുത്തെ ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയാൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് മാരക രോഗങ്ങള്, തിരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. അരികിൽ വരണമേ, സദയം തുടരേ സുഖമായും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാവിധ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കും, മനസ്സിലാകും. എത്ര ഹെവി ഡ്യൂട്ടിയുള്ള വിഷയമായാലും, കാലഹരണപ്പെട്ടെന്ന് വിചാരിച്ച വിഷയമായാലും,
ഫയൽ ക്ലോസ് ചെയ്ത വിഷയമായാലും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യമായാലും അമ്മ അത് നടത്തി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറയണതിൻ്റെ അന്വർത്ഥമാകുന്നത് ഉടമ്പടിയിലാണ്. കാര്യം ഉടമ്പടി ഒരാൾ ഉഴപ്പിയാലും ഈശോ അത് ഏറ്റെടുത്തിരിക്കും. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം. പക്ഷേ അതേസമയം തന്നെ വിശ്വസ്തത പാലിക്കണമെന്നാണ് ഇന്നത്തെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകംപൊരുള്. കർത്താവെ, ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, പഠനങ്ങളിൽ ഓരോരുത്തരും എത്താത്തവർ, പഠനം കൂമ്പടഞ്ഞു പോയവരെ, അവരെ ഇപ്പോഴും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, വിവാഹം ഒത്തുവരാത്തവരെ, ഒത്ത വിവാഹം കർത്താവെ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരെ, വിവാഹത്തിൻ്റെ മോചനത്തിൻ്റെ വക്കിലെത്തിപ്പോയവർ കർത്താവെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരീക്ഷ എഴുതുന്നവരെ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ കർത്താവെ എല്ലാം എഴുതുന്നവരെ, എഴുതിപ്പോയി കഴിഞ്ഞവരെ കർത്താവെ, അത് പൊളിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ട് തോക്കുമെന്നല്ലോർത്ത് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ എല്ലാം നീ ഏറ്റെടുക്കണമേ കർത്താവെ. എസെക്കിയേലിന് 37-ാം അധ്യായത്തിൽ കർത്താവെ എല്ലാം ജീർണ ചസ്തികളുടെ മേൽ ആത്മാവ് ചലിച്ചതുപോലെ കൈവിട്ടുപോയ എല്ലാ അവസ്ഥകളുടെ മേൽ, നിർജ്ജീവമായ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, റിസോർട്ടുകൾ, അതുപോലെ ഹൗസ് ബോട്ടുകൾ, അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള എല്ലാ തകർച്ചകൾ, കടങ്കേറ് വള്ളങ്ങൾ ഇരുന്ന് പോകുക കർത്താവ്. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോയെ തകർന്ന ജീർണ ചസ്തികളിലൂടെ ആത്മാവ് ചലിച്ച പോലെ മറിയ പരിശുദ്ധ അമ്മയിൽ അധിവസിച്ച പരിശുദ്ധാത്മാവ്, ഉടമ്പടിയുടെ ആത്മാവ് ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ ജീർണതകളിലൂടെ സഞ്ചരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, നഷ്ടപ്പെട്ട തൊഴിലുകൾ, തോറ്റുപോയ പരീക്ഷകൾ എല്ലാം ഈശോ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഏറ്റെടുക്കട്ടെ, നിങ്ങൾ വിജയിക്കട്ടെ, ശ്രുതിക്കട്ടെ. കിട്ടുന്ന രേഖകൾ ചിലപ്പോൾ വിസയായിരിക്കാം, ചിലപ്പോൾ റിലീവിങ് ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ ഖാമയായിരിക്കാം, ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള പേപ്പറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയി കാണും, ചില പ്രമാണങ്ങൾ കാണാതായി പോയി കാണും, ചിലപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുരയിടത്തിൻ്റെ പ്രമാണങ്ങളോ പട്ടയങ്ങളോ മുന്നാധാരങ്ങളോ കാണാത്ത അവസ്ഥയാകാം. എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. എന്ത് വിഷയങ്ങളോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയോ, അതുപോലെ ഒത്തിരിയേറെ സ്റ്റിറോയിഡുകൾ കഴിക്കുന്ന മക്കളെ, ഡ്രൈക്കാഡിൻ പോലെ മാനസിക രോഗത്തിന് പോയി മരുന്ന് കഴിക്കുന്ന മക്കളെ, അവിടെ ഔഷധങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അപസ്മാര രോഗികൾ, അതുപോലെ എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, ഡൗൺ സിൻഡ്രോം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങൾ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ രക്തത്താൽ കിഡ്നി രോഗങ്ങൾ, കർത്താവ് കരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. ഇപ്പോൾ സമാപന ആശീർവാദം മുട്ടി നിൽക്കുക. നിങ്ങളുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. കൃപാസന അൾത്താരയിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.